ആവേശം സിനിമയിലെ രംഗണ്ണന്മാർ പോലുള്ള ഗുണ്ടാ നേതാക്കൾ അടക്കി വാഴുന്ന നാടായി മാറിയിരിക്കുകയാണ് തലസ്ഥാന നഗരം. കുറ്റകൃത്യങ്ങൾ നടത്തുന്ന കുട്ടി ക്രിമിനലുകളെ വളർത്തുന്നതും ഇവരാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു കൊടുത്താണ് ഇവരെ സംഘത്തിൽ പിടിച്ചു നിർത്തുന്നത്. ലഹരി വിൽപ്പന നടക്കുന്നതും ഇവരിലൂടെയാണ്. ഒരു കാലത്ത് തലസ്ഥാനത്തെ വിറപ്പിച്ചിരുന്ന പുത്തൻപാലം രാജേഷും ഓംപ്രകാശും ഉൾപ്പെടെയുള്ള ഗുണ്ടാ കുട്ടിപ്പകയും വെട്ടുംകുത്തുമായി നടന്നിരുന്ന സംഘങ്ങളെ ഹൈടെക് ആക്കിയത്. ഇവർ സജീവമല്ലാതായതോടെ ഗുണ്ടാ നേതാക്കൾ മണ്ണ് മാഫിയ, റിയൽ എസ്റ്റേറ്റ്, ഉന്നതരുടെ സുരക്ഷ ഏറ്റെടുക്കൽ, ഹൈ ക്ലാസ് കൊട്ടേഷൻ എന്നിവയിലേക്ക് തിരിഞ്ഞു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്വാധീനമുള്ള നേതാക്കളുടെ പിൻബലത്തിലാണ് കുട്ടിഗുണ്ടകൾ വിലസുന്നത്. പോലീസ് ഇവരെ പിടികൂടിയാൽ ജാമ്യത്തിലിറക്കാൻ ഉടൻ ആളെത്തും. നേതാക്കളുടെ പേര് പറഞ്ഞ് പോലീസിനെ പോലും ഇവർ വിറപ്പിക്കും. മണ്ണടിക്കാനും റിയൽ എസ്റ്റേറ്റ് ജോലികൾക്കും ഗുണ്ടാ നേതാക്കൾ ഉപയോഗിക്കുന്നതും കുട്ടിഗുണ്ടകളെയാണ്. നഗരത്തിലെ അനധികൃത മണ്ണടിക്കൽ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് പഴയ ഗുണ്ടാ നേതാക്കളാണ്. വിവിധ വകുപ്പുകളുടെ അനുമതിയോടെ മാത്രമേ മണ്ണടിക്കാനാവൂ എന്നിരിക്കെ ഇവർക്ക് പണം നൽകിയാൽ മറ്റൊന്നും സ്ഥലയുടമ അറിയേണ്ട. എന്നാൽ ഇവരുടെ ഇടപെടൽ ഇല്ലാതെ അനുമതിയോടെ മണ്ണിടിച്ചാൽ പോലും പോലീസുകാർ ഉടക്കിടും. പോലീസും ഗുണ്ടാ നേതാക്കളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഈ തെളിയിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കുട്ടിഗുണ്ടകളുടെ നേതൃത്വത്തിലാണ് അർദ്ധരാത്രിയിലും പുലർച്ചെയും ഉൾപ്പെടെ മണ്ണിടിക്കൽ നടക്കുന്നത്. മക്കളും രംഗത്താണ്. പഴയ ഗുണ്ടകൾ ഒതുങ്ങിയെങ്കിലും ഇവരുടെ മക്കൾ ഇപ്പോൾ സജീവമാണ്. കഴിഞ്ഞ ദിവസം നടന്ന അഖിൽ കൊലക്കേസിലും 2019 അനന്തു ഗിരീഷ് കൊലക്കേസിലും പ്രതിയായ കിരൺ കൃഷ്ണ എന്ന ബാലു ഈ രംഗത്തേക്ക് വഴിതെറ്റി വന്നതല്ലെന്ന് പോലീസ് പറയുന്നു. 2007 നാടിനെ നടുക്കിയ മൊട്ടമൂട് ഷാജി വധക്കേസിലെ പ്രതിയായ കണ്ണന്റെ മകനാണ് കിരൺ. അനന്തു ഗിരീഷ് വധത്തിൽ പോലീസിനെ പ്രതികളിലേക്ക് വേഗമെത്തിക്കാൻ സഹായിച്ചത് കണ്ണന്റെ മകൻ ഇക്കൂട്ടത്തിലുണ്ടെന്ന് കണ്ടെത്തിയതിലൂടെയാണ്. ചെറിയ ആക്രമണങ്ങളിലൂടെ കളത്തിലിറങ്ങിയ കിരൺ കൃഷ്ണൻ പിന്നീട് കൊടും ക്രിമിനലായെന്ന് പോലീസ് പറയുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.